ഈ സത്യാന്വേഷണവും ആത്മീയത എന്ന് പറഞ്ഞാൽ തന്നെ ആത്മാവിൻ്റെ ഒരു സഞ്ചാരം, ആത്മാവിൻ്റെ ഒരു തലത്തിലെത്തിയവന് മാത്രമേ ആത്മീയത ഉണ്ടാവുന്നുള്ളൂ. സ്പിരിറ്റിൻ്റെ തലത്തിലെത്തിയവന്, അല്ല മെറ്റീരിയലിസ്റ്റിക് തലത്തിലോ ഭൗതികമായ തലത്തിൽ നിൽക്കുന്ന മനസ്സുകൾക്ക് ആത്മീയത മനസ്സിലാവില്ല, ആത്മീയത ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പോൾ ഈ ആത്മാവിൻ്റെ സെൽഫ് റിയലൈസേഷൻ, ആത്മസാക്ഷാത്കാരം, അല്ലെങ്കിൽ ഈ ജീവബോധത്തിലേക്കുള്ളൊരു ഉണർച്ച വന്നവർക്ക് മാത്രമേ ഇത് പിടിച്ചിരിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഈ ആശ്രമ സ്വഭാവത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബോധവികാസത്തിന് നമ്മൾ പ്രാമുഖ്യം കൊടുക്കണം. മനസ്സിൻ്റെ തലത്തിൽ ഇങ്ങനെ ചിന്തിക്കാതെ ബോധവികാസത്തിന് പ്രാമുഖ്യം കൊടുത്തില്ലെങ്കിൽ തെറ്റിപ്പോവും. പിന്നെ മനസ്സ് ഈ എനർജി അങ്ങോട്ട് കിട്ടിക്കഴിയുമ്പോൾ ഈ ആത്മീയമായ അഖണ്ഡനാമവും പ്രാർത്ഥനകളും ഏറ്റവും ഉന്നതമായ പ്രാർത്ഥനയൊക്കെ ചെയ്ത് ഈ എനർജി അങ്ങോട്ട് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ഇത് മനസ്സിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സംശയമായി മാറും. അപ്പോൾ അതുകൊണ്ട് ജീവബോധത്തിൽ ഉണരുമ്പോൾ ജീവൻ അറിയാം എങ്ങോട്ട് പോകണം, ദൈവികമായ സത്യം, ശാന്തി, സമാധാനം എന്നൊക്കെ പറയുന്ന വശത്തിലേക്ക് പോകും. അപ്പോൾ ഈ ഒരു വശത്ത് മനസ്സിന് സമൂലമായ പരിവർത്തനം വരുത്തിയിട്ടില്ലെങ്കിൽ അവർ തെറ്റിപ്പോകും. അപ്പോൾ അവരിങ്ങനെ പലതും പറയും. അപ്പോൾ ഒരു സന്യാസി, ഏതെങ്കിലും ഒരു സന്യാസിയോ ഏത് വ്യക്തിയോ ഒരു തലം വരെ എത്തി, അതിനുശേഷം അദ്ദേഹത്തിന് ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന് ഒന്നീ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വിടണം, എന്നിട്ട് സ്നേഹത്തിൻ്റെ ഭാഗത്തിൽ ഗുരുവിനോടൊപ്പം ചേരണം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഹന്തയെ വിട്ട് ഗുരുവിനോടൊപ്പം നിൽക്കണമെന്ന് പറയുന്ന സ്ഥലത്ത് എത്തുമ്പോൾ അതിന് കഴിയാതെ വരുമ്പോൾ, അതിന് ഭാഗ്യം ഉതകാതെ വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും അദ്ദേഹത്തിന് തെറ്റിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അദ്ദേഹം തെറ്റിപ്പോയിട്ട് അങ്ങനെയുള്ളവർ സംസാരിക്കുന്ന കാര്യങ്ങൾ ഇനി അവരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ളതാണ്. അവരെന്ത് പറഞ്ഞിട്ടും നമുക്കെന്തെടുക്കാനാണ് അതിനകത്ത്? അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഇതേപോലെ തെറ്റിപ്പോയി, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ നിന്ന്, ഈ ദൈവികമായ ധർമ്മത്തിൻ്റെ, ഈ സത്യത്തിൻ്റെ ഒരു വശത്തുനിന്ന് തെറ്റിപ്പോയവർ എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് നമുക്കെന്ത് അതിനകത്തുനിന്ന് എടുക്കാനാണ്? അപ്പോൾ തന്നെ ഈ തെറ്റിപ്പോകുന്ന പല മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ, ഇപ്പം നമ്മുടെ അധികാര സ്വഭാവത്തിലോ അല്ലെങ്കിൽ മറ്റിവിടെ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെയോ മനുഷ്യരുടെയൊക്കെ പ്രവൃത്തി കണ്ടിട്ടാണ് ഇവരെല്ലാവരും ഇങ്ങനെ പല കാര്യങ്ങളും വിലയിരുത്തുന്നത്. അപ്പോൾ ഈ മനുഷ്യരുടെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ പ്രവൃത്തികൾ നമ്മളെല്ലാം ശരിയാകാൻ വേണ്ടി വന്ന് നിൽക്കുന്നവരാണ്, നമ്മൾ ശരിയായിട്ടുള്ളവരല്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രവർത്തിച്ച് വരുമ്പോൾ ശരിയും തെറ്റും ഒക്കെ ഉണ്ടായി വരുന്നുണ്ട്. ഇപ്പോൾ ലോകത്തിൻ്റെ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ രാഷ്ട്രീയ സ്വഭാവത്തിലായാലും ഭരണരംഗങ്ങളിലായാലും മറ്റ് സ്ഥാപനങ്ങളിലായാലും, ഇപ്പൊ സ്വന്തമായിട്ട് ലാഭം ഉണ്ടാക്കുന്ന കമ്പനികളും സ്ഥാപനങ്ങളും അല്ലാതെ ഒരു വ്യക്തിക്ക് സ്വന്തമായിട്ട് ലാഭം ഉണ്ടാക്കുന്നവരൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട്. എന്നാൽ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആ രീതിയിൽ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ഗവൺമെന്റ് രീതിയിൽ പ്രവർത്തിക്കുന്ന ഏത് സ്ഥാപനമാണ് ഇവിടെ നന്നായിട്ട് നടക്കുന്നത്? അപ്പോൾ അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നന്നായിട്ട് നടക്കണമെങ്കിൽ വലിയൊരു ആശയത്തിൻ്റെ പിൻബലം വേണം, വലിയൊരു ആത്മീയ വെളിച്ചം വേണം. എന്നിട്ട് ഒരു ഗുരുമാർഗത്തിൽ ആ ഗുരുവിന് ആത്മസമർപ്പണം ചെയ്ത് പ്രവർത്തിക്കുന്ന നല്ല മനസ്സുകളായിട്ടുള്ള ആൾക്കാർ വേണം. ഇപ്പം നോൺ പ്രോഫിറ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷനിൽ ഇതേപോലെ നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ ഒരാൾക്ക് പ്രോഫിറ്റ് ഒന്നുമില്ല, ഒരാൾക്ക് നേട്ടമൊന്നും, ഭൗതികമായ നേട്ടങ്ങളൊന്നുമില്ല. അപ്പോൾ അയാൾ ആത്മീയമായ ഒരു കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നെങ്കിൽ അതുപോലുള്ള സ്ഥാപനങ്ങൾ വിജയിക്കണമെങ്കിൽ മനുഷ്യർ ആത്മീയമായി ഉണർന്ന